ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ECG, ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939335. വെങ്ങാനല്ലൂർ യോഗ പ്രചാരക സമിതിയുടെ ഓണാഘോഷം NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ചു. യോഗ പ്രചാരക സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഒരു പ്രത്യാശയുടെ ആഘോഷമാണ്, പ്രതീക്ഷയുടെ ആഘോഷമാണ്, സന്തോഷത്തിന്റെ ആഘോഷമാണ്, സമത്വഭാവനയുടെ ആഘോഷമാണ്, സമൃദ്ധിയുടെ ആഘോഷമാണ്. അപ്പോൾ ഒരു മലയാള പദത്തിൽ എന്തെല്ലാം നല്ല പദങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ ആ പദങ്ങളെല്ലാം തന്നെ ഓണത്തെക്കുറിച്ച് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം എല്ലാ ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷമാണ് ഓണം. ഏറ്റവും പ്രത്യേകിച്ച് പറയുക, നമ്മുടെ ഓർമ്മകൾ പുറകോട്ട്, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മകളാണ് വരുന്നത്. ഓണം നമ്മുടെ കേരള സർക്കാർ ദേശീയാഘോഷമായി ആചരിച്ചത് 1961 ഒക്ടോബർ മാസത്തിലാണ്. ഏകദേശം ഈ 64 വർഷം പിന്നിടുമ്പോഴും ഈ ഓണത്തിൻ്റെ പ്രസക്തി മങ്ങാതെ മായാതെ കൂടുതൽ പ്രസക്തി ആർജിച്ചു വരുന്നു എന്ന് നാം കാണുന്നു. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിവിധ മിത്തുകൾ, വിവിധ പുരാണങ്ങൾ, വിവിധ പഴങ്കഥകൾ നിലവിലുണ്ട്. നമുക്കെല്ലാം അറിയാം. പല ചോദ്യങ്ങൾ നിങ്ങളെമാരിയുടെ ചെറുപ്പക്കാർ അറിവും വിവരവും ഒരു വിരൽത്തുമ്പിലെല്ലാം സെക്കൻഡ് കൊണ്ടെടുക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ പല ചോദ്യങ്ങളും ചോദിച്ചു പോകും. എന്നാലും നമ്മളെല്ലാം ജീവിക്കുന്നത്, നമ്മുടെ മനുഷ്യകുലം മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനം നൽകുന്നത് ഇത്തരം മിത്തിലൂടെയും പുരാണങ്ങളിലൂടെയും ഐതിഹ്യങ്ങളുടെയുമാണ്. നമ്മുടെ പൂർവികർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, എത്രയോ അനേക വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് കാണിച്ചു തന്ന വഴി ആധുനിക ശാസ്ത്രവുമായി സന്തുലനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കൂട്ടൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ജീവിതചക്രം നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. ഈ ഓർമ്മകൾ തന്നെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്. ഓണത്തെക്കുറിച്ച് അറിയാൻ നമുക്കൊരു നല്ല ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. എല്ലാ പ്രജകളെയും ഒരേപോലെ കണ്ട്, മാഷ് പറഞ്ഞ പോലെ കള്ളവും ചതിയും ഇല്ലാത്ത, അഴിമതിയില്ലാത്ത, എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അസുര ചക്രവർത്തിയായ മഹാബലി. ബലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മഹാ എന്ന് കൊടുത്തത് നമ്മുടെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ നല്ല ഭരണത്തിൽ പ്രജാതുല്യനായ എല്ലാ പ്രജകളെയും ഒരേമാതിരി കണ്ടുകൊണ്ട് സുന്ദരമായ സമത്വഭാവനമായ ഒരു ഭരണം നടത്തിയതില്ല സ്വയമുള്ള ദേവന്മാർ. അദ്ദേഹത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞാൽ ഇന്ന് 2025 നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന മറ്റൊരു തരത്തിൽ അന്നും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. യോഗാചാര്യൻ മധു അധ്യക്ഷനായി. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ വീണ്ടും ഇവിടെ നല്ല രീതിയിൽ നടത്തുവാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രവുമല്ല, ഈ യോഗ ക്ലാസ്സിൽ വന്ന് പഠിച്ചത് കൊണ്ട് ചില ആസനമുറകളും മാത്രം പഠിച്ചുകൊണ്ട് പോകാതെ പരസ്പരം അറിയാനും കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഏതെല്ലാം ആപത്ഘട്ടങ്ങളിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുനയിക്കാനും എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ യോഗ പഠന ക്ലാസ്സിലൂടെ സംജാതമായിരിക്കുന്നത് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്യധികം സന്തോഷവുമുണ്ട്. യോഗ പ്രചാരക സമിതി കൺവീനർ ജലീൽ മാസ്റ്റർ, യോഗ വിദ്യാർത്ഥിനി സിജി ജോയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്താണ് ഈ ഓണാഘോഷത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ മൊത്തം ഒരാഘോഷമാണ്. നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഓണം എന്ന് പറയുന്നത്. ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാ വീടുകളിലും സമ്പൽ സമൃദ്ധിയുള്ള ഒരു സമയത്ത് നടത്തുന്ന ആഘോഷം. നെല്ലാണ് നമ്മുടെ പ്രധാന കാർഷിക വിള ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നെല്ല് കൊയ്തെടുത്ത്, ശരിക്കും പറഞ്ഞാൽ സമ്പന്നൻ്റെ വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസവും ഓണമായിരിക്കും. പക്ഷെ ശരിക്കും അടിയാളരായ ആളുകളുടെ വീട്ടിൽ ഓണം ആഘോഷിക്കപ്പെടുന്നത്
ആ ഓണ ദിവസം തന്നെയാണ്. അപ്പോൾ അതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത്. ഇല്ലാത്തവൻ എന്താ ഉള്ളത് കയ്യിലുള്ളത് അത് വിറ്റിട്ട് ഓണം ആഘോഷിക്കും. അപ്പം അങ്ങനെ ഉള്ള മാത്രമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മളുടെ നാട് ഭരിച്ചിരുന്ന മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്. അവിടെ പറയുന്നത് ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓണം. നമ്മളെല്ലാവരും ഒത്തുകൂടാൻ ഇപ്പോഴും നമ്മൾ അതിനൊരു ഉത്സാഹം കാണിക്കുന്നുണ്ടല്ലോ. ഇത് ഇനിയുള്ള കാലങ്ങളിലും ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഇതൊരു വലിയൊരു കൂട്ടായ്മയായി മാറണം. നമ്മുടെ ഇതിൻ്റെ ഈ പ്രചാരണത്തിലൂടെ തന്നെ നമ്മുടെ യോഗ നമ്മുടെ വെങ്ങാനല്ലൂരും ചേരകയിലും ഈ ദേശം മുഴുവൻ പ്രചരിക്കണം. യോഗ പ്രചരണത്തിൻ്റെ ഒരു ചെറിയൊരു പടി കൂടിയാണ് ഈ ഓണാഘോഷം. ഇതുപോലെ നമ്മുടെ ഈ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ആഘോഷങ്ങളിലും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളെല്ലാം തന്നെ ഇവിടെ ആഘോഷിക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു വലിയൊരു പ്രചരണം തന്നെയാണ്. യോഗ ഈ നാടിനെ നമ്മളുടെ വ്യക്തികളിലെല്ലാം എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു വലിയ പ്രചരണം എന്ന ഒരു ലക്ഷ്യമാണ് മെയിനായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നിങ്ങളിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ ഒത്തുകൂടലിൽ തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹം, പരസ്പര സാഹോദര്യം, വാത്സല്യം പുതിയ തലമുറകളിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും തീർച്ചയായിട്ടും നമുക്ക് അവർക്കൊരു വഴികാട്ടിയായിട്ട് ഈ കൂട്ടായ്മ തുടരട്ടെ. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇപ്പം യോഗ എന്ന് പറയുന്നത് നമുക്ക് കേവലം ചെറിയ ഒരു വട്ടത്തിലല്ല, ഒരു ആഗോളതലത്തിൽ തന്നെ തീർച്ചയായിട്ടും സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനും തീർച്ചയായിട്ടും നമ്മുടെ ഒരു എന്താ പറയുക മാർഗമാകുന്നു എന്നുള്ളത്, അതിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നുള്ളതിന് വളരെ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെല്ലാം കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഓരോ പുതിയ അറിവുകളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓണത്തെ കാണുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളാലല്ല, നമ്മുടെ കണ്ണുകളാലാവണം. മറ്റുള്ളവരുടെ ചിന്തകളാലല്ല, നമ്മുടെ ചിന്തകളാലാവണം. അങ്ങനെയാണെങ്കിൽ ഓണം എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർത്തു നോക്കൂ, നമ്മൾ വെറുതെ ഇങ്ങനെ പറയാം സമ്പത്ത്, ഐശ്വര്യം എന്നൊക്കെ. ഞാൻ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. നമ്മൾ പൂക്കളമിടാനായി പറമ്പിലും പാടത്തും പൂക്കളെ അന്വേഷിച്ച് നടത്തും. ഓക്കെ, എല്ലാ പൂക്കളും പറിച്ചു കൊണ്ടുവരും. എന്നിട്ടും വിവിധ വർഗത്തിലും വർണ്ണത്തിലുമുള്ള പൂക്കളെ ഒരു കളത്തിൽ യോജിപ്പിക്കുമ്പോൾ കൊള്ളാം, നല്ല പൂക്കളം എന്ന് നമ്മൾ പറയുന്നു. അതുതന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ച്. വർഗം, വർണ്ണം, ജാതി, മതം, പാർട്ടി ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ഏകോദര സോദരായിട്ട് ജീവിക്കുന്ന ഒരു കളം. അങ്ങനെ ആയിരിക്കണം ഓണം അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് മാവേലി ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മളെല്ലാം പാടി ഇങ്ങനെ നടക്കുന്നത്. എന്ത്, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന്. അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും. സത്വഗുണം എന്ന് പറയുമ്പോൾ നല്ല വാക്ക്, നല്ല പ്രവൃത്തികൾ, സത്യസന്ധത, ധർമ്മം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അത് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു അവബോധമാണ് അതൊക്കെ. അപ്പം അതൊക്കെ ആ അവബോധത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാവാം ഓണാഘോഷങ്ങളും മറ്റൊരെന്ത് വിഷുവാണെങ്കിലും ഓണാണെങ്കിലും മറ്റെന്ത് ആചരണങ്ങളാണെങ്കിലും ഒക്കെ മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു ഗുണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാവാം ഇതൊക്കെ. എന്തായാലും നമ്മൾ ഈ യോഗ പ്രചാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മളിത് രണ്ടാമത്തെ വട്ടമാണ് നമ്മളിവിടെ ഓണാഘോഷം നടത്തുന്നത്. അതെന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വളരെ സന്തോഷമായിട്ട് നമ്മൾ ഓണാഘോഷം നടത്തി പിരിഞ്ഞുപോയി. ഈ വർഷവും അതുപോലെ നമ്മൾ ഓണാഘോഷം ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഗംഭീരമാക്കിയിട്ട് ഈ ഓണാഘോഷം അടിച്ചു പൊളിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യം ചേരാൻ വന്നപ്പോൾ എനിക്കിവിടെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്സാണ്. അതായത് ഒരുപാട് ചിരിച്ച മുഖങ്ങൾ,
ഭയങ്കര പോസിറ്റീവ്. ഞങ്ങളൊന്ന് യോഗ ചെയ്ത്, അതായത് യോഗ മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ എന്താ പറയുക നമുക്കെല്ലാം ഷെയർ ചെയ്യാം ഇവിടെ. അത്രയും നല്ല കൂട്ടാളികൾ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു യോഗ ക്ലാസ്സാണ്. ഞാൻ ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ശരിക്കും ഞാൻ ഹാപ്പിയാണ് സത്യത്തിൽ. എല്ലാവരും ഈ ഓണാഘോഷ പരിപാടിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തതിൽ എനിക്ക് നന്ദിയുണ്ട്. ഇനിയുള്ള വർഷങ്ങളിലും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ എന്നെ പങ്കെടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അച്ചു റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഈ ഓണക്കാലത്ത് ആറങ്ങോട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ. 22 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങോട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. മികച്ച കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TV തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും 0% EMI സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട്. ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകര. ഫോൺ 9188640063.